നമ്മുടെ ഹോം സ്ക്രീനിലുള്ള കാറ്റഗറി ലിസ്റ്റാണ് അടുത്തതായി നമ്മൾ നോക്കാൻ പോകുന്നത്. അപ്പോൾ നമ്മൾ ഓൾറെഡി ഗെറ്റ് കാറ്റഗറിയും ഗെറ്റ് സ്ലൈഡർ എന്നുള്ള API ക്രിയേറ്റ് ചെയ്തു. അപ്പോൾ ഇനിയിപ്പോൾ ഗെറ്റ് കാറ്റഗറി എന്നുള്ളത് നമുക്ക് സർവർ സൈഡ് എങ്ങനെ ഇംപ്ലിമെന്റ് ചെയ്യാം എന്നുള്ളത് നോക്കാം. ഓക്കെ, അപ്പോൾ അതിനായി ഞാൻ എന്ത് ചെയ്യും, കോൺസ്റ്റ് ഗെറ്റ് കാറ്റഗറി ലിസ്റ്റ്. ഇറ്റ്സ് എ ഫംഗ്ഷൻ. അപ്പോൾ നേരത്തെ കൊടുത്ത അതേ ഫംഗ്ഷൻ ആണ്, അത് ഞാൻ കോപ്പി ചെയ്ത് ഇവിടെ പേസ്റ്റ് ചെയ്യും. ഓക്കെ, ഇനിയിപ്പോൾ ദെൻ ഇട്ട് കൊടുക്കും. ദെൻ റെസ്പോൺസ് കിട്ടിക്കഴിഞ്ഞാൽ നമ്മൾ എന്ത് ചെയ്യും, അത് റിട്ടേൺ ചെയ്യും. റിട്ടേൺ റെസ്പ് ഡോട്ട് ഡേറ്റ. ഓക്കെ, ഇതിപ്പോൾ സർവർ സൈഡാണ്. ഈ API ഇംപ്ലിമെന്റ് ചെയ്തത് സർവർ സൈഡാണ്. സോ ഇത് ഞാൻ കോപ്പി ചെയ്യും, എന്നിട്ട് ഇത് എക്സ്പോർട്ട് ചെയ്യും. ഓക്കെ, ഫൈൻ. ഇനിയിപ്പോൾ നമുക്ക് എന്ത് ചെയ്യാം, നമ്മുടെ ഹോം സ്ക്രീനിൽ താഴെ ആ കാറ്റഗറി ലിസ്റ്റ് കാണിക്കാണ്ടല്ലേ. അപ്പോൾ അതിനായി നമുക്കൊരു കോമ്പണന്റ് ക്രിയേറ്റ് ചെയ്യാം. ഓക്കെ, ഞാൻ കോമ്പണൻസ് എന്നുള്ള ഈ ഫോൾഡറിൽ ഒരു കോമ്പണന്റ് ക്രിയേറ്റ് ചെയ്യുന്നു. അതാണ് കാറ്റഗറി ലിസ്റ്റ്. കാറ്റഗറി ക്യാപിറ്റൽ ലിസ്റ്റ് .jsx എൻ്റർ. ഇത് RFC എൻ്റർ. ഓക്കെ, ഇപ്പോൾ ഇവിടെ ഒരു കോമ്പണന്റ് ക്രിയേറ്റ് ആയിട്ടുണ്ട്. ഈ ഒരു കോമ്പണന്റ് ഞാൻ എൻ്റെ പേജിൽ ഇൻക്ലൂഡ് ചെയ്യാം. അപ്പോൾ സ്ലൈഡറിന് തൊട്ട് താഴെയായാണ് എനിക്ക് കാറ്റഗറി വേണ്ടത്. സോ കാറ്റഗറി ലിസ്റ്റ് എന്നുള്ള ഈ ഒരു കോമ്പണന്റ് ഞാൻ ഇൻക്ലൂഡ് ചെയ്യുന്നു. ഡൺ. അപ്പോൾ നോക്കിക്കഴിഞ്ഞാൽ ഇവിടെ താഴെ കാണും കാറ്റഗറി ലിസ്റ്റ്. ഓക്കെ, സ്ലൈഡർ ലിസ്റ്റ് ഇവിടെ ഉണ്ട്. അതേ രീതിയിൽ തന്നെ നമുക്ക് കാറ്റഗറി ലിസ്റ്റും കൂടി എടുക്കാം. കോൺസ്റ്റ് കാറ്റഗറി ലിസ്റ്റ് വിച്ച് ഈസ് ഈക്വൽസ് ടു await global API dot get category list. ഓക്കെ, ഈ ഒരു കാറ്റഗറി ലിസ്റ്റ് എന്നുള്ളത് ഇത് സ്മോൾ ലെറ്റർ ആണ് കാറ്റഗറി ലിസ്റ്റ്. ഇത് കോപ്പി ചെയ്തു, എന്നിട്ട് ഇത് പ്രോപ്സ് ആയി ഞാൻ സെൻഡ് ചെയ്യുന്നു. Ctrl+V which is equals to ഇതാണ് ഈ ഒരു കാറ്റഗറി ലിസ്റ്റ്. കോപ്പി പേസ്റ്റ്. ഫൈൻ. പ്രോപ്സ് നെയിം ആണ് പ്രോപ്സ് വാല്യൂ. ഇനിയിപ്പോൾ ഈ ഒരു വാല്യൂ നമുക്ക് നമ്മുടെ കാറ്റഗറി ലിസ്റ്റിൽ ആക്സസ് ചെയ്യാൻ പറ്റും. സോ കർലി ബ്രേസിനകത്ത് ഞാൻ ഒരു പ്രോപ്സ് ഇട്ട് കൊടുത്തു. ഓക്കെ, അപ്പോൾ ഈ ഒരു കാറ്റഗറി ലിസ്റ്റ്, അതേ കാറ്റഗറി ലിസ്റ്റ് എന്ന് പറയുമ്പോൾ അതൊരു അറേയാണ്. അത് നമുക്ക് ഇറ്ററേറ്റ് ചെയ്യാം. സോ കാറ്റഗറി ലിസ്റ്റ് ഡോട്ട് മാപ്പ് കാറ്റഗറി. ഓക്കെ, ഇതൊരു ആരോ ഫംഗ്ഷൻ ആണ്, സിംഗിൾ സ്റ്റേറ്റ്മെന്റ് ആണ്, അതുകൊണ്ട് തന്നെ ബ്രാക്കറ്റ് ഇട്ട് കൊടുത്തു. ഇതിനകത്ത് ഞാൻ എന്ത് ചെയ്യും, ഇതിനകത്ത് ഞാൻ ഒരു ഡിവ് ക്രിയേറ്റ് ചെയ്യും. ഈ ഒരു ഡിവിനകത്ത് നമുക്ക് കൊടുക്കാനുള്ളത്, ഇപ്പം നമുക്ക് കാറ്റഗറി ഇമേജ് കാണിക്കണം. കാറ്റഗറി ഇമേജ് നേരത്തെ നോക്കിയതുപോലെ തന്നെ ഞാൻ ഇമേജ് ടാഗ് ഇടും. ഇമേജ് ഫ്രം നെക്സ്റ്റ് ഇമേജ് SRC. ഹെഡറിൽ ഞാൻ നേരത്തെ കൊടുത്ത അതേ പാത്താണ്. ഇത് ഞാൻ കോപ്പി ചെയ്ത് കാറ്റഗറി ലിസ്റ്റിലേക്ക് ഇവിടെ ഇട്ട് കൊടുക്കും. നമുക്കിത് വിഡ്ത്ത് ഇട്ട് കൊടുക്കാം. വിഡ്ത്ത് 50, ഹൈറ്റ് 50. ഇത് ആൾട്ട് ഐക്കൺ എന്ന് കൊടുക്കാം, എന്നിട്ട് ഇത് ക്ലോസ്. ഇപ്പം നോക്കിക്കഴിഞ്ഞാൽ ഇമേജ് ബ്രോക്കൺ ആണ്, കാരണം ഇത് ഫുൾ പാത്ത് അല്ല. അപ്പോൾ നമുക്ക് ഫുൾ പാത്ത് കൊടുക്കേണ്ടി വരും. അതെങ്ങനെയാണ്, നേരത്തെ കൊടുത്ത അത് സെയിം. അപ്പം അതിന് ഞാൻ എന്ത് ചെയ്യും, എൻ്റെ ഹെഡറിൽ process.env.next ഇത്ര ഞാൻ കോപ്പി ചെയ്യും, ഇവിടെ പേസ്റ്റ് ചെയ്ത് കൊടുക്കും. ഇപ്പോൾ നോക്കിക്കഴിഞ്ഞാൽ കാറ്റഗറി ഐക്കൺസ് നമുക്ക് കിട്ടുന്നുണ്ട്. ഓക്കെ, ഇതിനൊരു ഹെഡിങ് കൂടി കൊടുക്കാം. ഇനി ഞാൻ എന്ത് ചെയ്യും, ഈ മൊത്തത്തിൽ ഇത് ഞാൻ ഒരു ഡിവിനകത്താക്കും. സോ ഡിവ്, ഈ ക്ലോസിങ് ഡിവ് ഞാൻ ഇവിടെ നിന്ന് കട്ട് ചെയ്യും, എന്നിട്ട് ഇതിൻ്റെ ഏറ്റവും താഴെ ഇട്ട് കൊടുക്കും. ഓക്കെ, H2 ടാഗ് ഇട്ട് കൊടുക്കാം. H2. സോ അതിൽ ഷോപ്പ് ബൈ കാറ്റഗറി. ഇതിന് ക്ലാസ് കൊടുക്കാം. ക്ലാസ് നെയിം ടെക്സ്റ്റ് ഗ്രീൻ 600, ഫോണ്ട് ബോൾഡ്, ടെക്സ്റ്റ് 2XL. ഷോപ്പ് ബൈ കാറ്റഗറി എന്നുള്ള ഒരു ഹെഡിങ് ഉണ്ട്. ചെറിയൊരു മാർജിനും കൂടി വേണം. അതിനായി ഇവരുടെ ഡിവിന് ക്ലാസ് നെയിം കൊടുക്കാം. മാർജിൻ ടോപ്പ് 5, MT5. ഓക്കെ, ആകെ ഒരു ഇമേജ് മാത്രമാണുള്ളത്. അപ്പോൾ അതിന് നമുക്ക് നെയിമും കൂടി മെൻഷൻ ചെയ്യേണ്ടതുണ്ട്. അതുകൊണ്ട് തന്നെ ഞാൻ ഈ ഇമേജിന് താഴെ H2 ടാഗ് ഇട്ട് കൊടുക്കും.
സോ H2 ടാഗിൽ ഞാൻ കാറ്റഗറി നെയിം അസൈൻ ചെയ്യും. അപ്പോൾ കാറ്റഗറി നെയിം അതേപോലെ തന്നെ ഹെഡറിലുണ്ട്. സോ ഇതാണ് കാറ്റഗറി നെയിം. ജസ്റ്റ് ഒന്ന് കോപ്പി ചെയ്യും, അത് ഇവിടെ പേസ്റ്റ് ചെയ്യും. ഓക്കെ, അപ്പോൾ നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് നെയിമും കിട്ടുന്നുണ്ട്. അപ്പോൾ ഈ ഒരു ഐറ്റമിന് ഞാൻ പ്രോപ്പറായ സ്റ്റൈലിങ് കാര്യങ്ങളൊക്കെ കൊടുക്കാം. ആദ്യം ഈ ഒരു ഡിവിന് ക്ലാസ് നെയിം കൊടുക്കാം. ക്ലാസ് ഫ്ലെക്സ് ആണ്. ഫ്ലെക്സ് കോൾ ഐറ്റംസ് എൻ്റർ ചെയ്യും. BG ഗ്രീൻ 50, ബാക്ക്ഗ്രൗണ്ട് ഗ്രീൻ 50, ഗ്യാപ്പ് 2, പാഡിങ് 3, റൗണ്ടഡ് LG, റൗണ്ടഡ് ലാർജ്. ഇപ്പം നോക്കിക്കഴിഞ്ഞാൽ ഇങ്ങനെ ഒരു ഐറ്റമാണ് കിട്ടുന്നത്. ഇതിനുള്ളത് ഗ്രിഡ് കോൺസെപ്റ്റ് ആണ്. ഗ്രിഡ് കോൺസെപ്റ്റ് മനസ്സിലാക്കാൻ ഇവിടെ ആകെ 2 ഐറ്റംസ് ആണുള്ളത്. ഞാനൊരു 2-3 ഐറ്റംസും കൂടി ആഡ് ചെയ്യാം. അപ്പോൾ നിങ്ങൾക്ക് അത് ക്ലിയർ ആയി മനസ്സിലാക്കാൻ പറ്റും. ഞാനൊരു സ്റ്റാപ്പിൽ പോയി ആഡ് ചെയ്ത് വരാം. ഞാനിപ്പോൾ ഒരു 10 ഐറ്റംസ് ആഡ് ചെയ്തു. ഇനിയിപ്പോൾ നമ്മുടെ ഫ്രണ്ട് എൻഡ് നോക്കിക്കഴിഞ്ഞാൽ ഓൾമോസ്റ്റ് 10 ഐറ്റംസ് ആണ് ഇവിടെ ഡിസ്പ്ലേ ആവുന്നത്. എന്താണ് ഗ്രിഡ്? ഗ്രിഡ് എന്ന് പറയുമ്പോൾ നമ്മൾ എന്ത് ചെയ്യും? അപ്പോൾ നമ്മുടെ ഡിവൈസിൽ എങ്ങനെയാണ് ഐറ്റം പ്ലേസ് ചെയ്യേണ്ടത്? അതായത് എനിക്കിപ്പോൾ റോ വൈസ് ഐറ്റംസ് പ്ലേസ് ചെയ്യണം. അപ്പോൾ ഗ്രിഡ് എന്ന് പറയുമ്പോൾ ഞാൻ എന്ത് പറയും? ഗ്രിഡ് കോൾസ് 4. ഗ്രിഡ് കോൾസ് 4 എന്ന് പറയുമ്പോൾ 4 ഐറ്റം ഇവിടെ പ്ലേസ് ആവും. ഓക്കെ, ഗ്രിഡ് കോൾസ് 5 എന്ന് പറയുമ്പോൾ 5 ഐറ്റം ആയിരിക്കും ഒറ്റ റോയിൽ പ്ലേസ് ആവാൻ പോകുന്നത്. ഫോർ എക്സാമ്പിൾ ഞാൻ ഇവിടെ കാണിക്കാം. അതായത് ഡിവ് ക്ലാസ് നെയിം ഗ്രിഡ് എന്ന് കൊടുക്കും. ഓക്കെ, ഗ്രിഡ് കോൾസ് 4. ഓക്കെ, ഇങ്ങനെ കൊടുക്കുന്ന സമയത്ത് കാണാൻ പറ്റും. അതായത് 4 ഐറ്റംസ് പ്ലേസ് ആയി. ഇൻ കേസ് ഗ്രിഡ് ഐറ്റം 7 എന്ന് കൊടുക്കും. അപ്പോൾ ഒറ്റ റോയിൽ 7 ഐറ്റമാണ് പ്ലേസ് ആവുന്നത്. അതാണ് ഗ്രിഡ് എന്ന് പറഞ്ഞാൽ. എനിക്ക് വേണ്ടത് ഗ്രിഡ് ഐറ്റം 3 ആണ്. അതേസമയത്ത് സ്മോളർ ഡിവൈസിൽ ഗ്രിഡ് ഐറ്റം 4 വേണം. ഗ്രിഡ് കോൾസ് 4. മീഡിയം ഡിവൈസിൽ ഗ്രിഡ് കോൾസ് 6. ലാർജർ ഡിവൈസിൽ LG ഗ്രിഡ് കോൾസ് 7. ഗ്യാപ്പ് ഓഫ് 5. മാർജിൻ ടോപ്പ് 2. നോക്കിക്കഴിഞ്ഞാൽ 7 ഐറ്റമാണ് പ്ലേസ് ആവുന്നത് അല്ലേ. ഇൻ കേസ് അത് മീഡിയം ആകുമ്പോഴത്തേക്കും അതെന്താവും? ഇവിടെ 6 ഐറ്റംസ് പ്ലേസ് ആവും. 4 ഐറ്റംസിലേക്ക് നോർമൽ സൈസിൽ, അതായത് മൊബൈൽ സൈസിൽ 4 ഐറ്റംസ് ആണ് പ്ലേസ് ആവുന്നത്. ഇനി സ്മോളിനേക്കാൾ താഴെയായാൽ അത് 3 ഐറ്റംസ് ആണ് പ്ലേസ് ചെയ്യുന്നത്. അതാണ് ഫസ്റ്റ് കണ്ടീഷൻ നമ്മൾ കൊടുത്തത്. ഗ്രിഡ് കോൾസ് 3. നമ്മൾ ഇതൊന്ന് ഹോവർ ചെയ്യുന്ന സമയത്ത് ഇതിനൊരു സ്പെഷ്യൽ എഫക്റ്റ് വരാൻ വേണ്ടി ഇമേജിനൊരു ക്ലാസ് നെയിം കൊടുക്കും. ക്ലാസ് നെയിം ഹോവർ ചെയ്യുന്ന സമയത്ത് അത് സ്കെയിൽ ആവണം. സ്കെയിൽ അപ് ടു 125. ട്രാൻസിഷൻ ഓൾ. ട്രാൻസിഷൻ ടൈപ്പ് എങ്ങനെയാണ്? ഈസ് ഇൻ ഔട്ട്. ഞാനിത് ഹോവർ ചെയ്യുന്ന സമയത്ത് എനിക്കിത് ആ ഒരു എഫക്റ്റ് തരുന്നുണ്ട്. പക്ഷേ എനിക്ക് ആ പർട്ടിക്കുലർ ഇമേജിലേക്ക് ഹോവർ ചെയ്യുന്ന സമയത്താണ് ഇത് തരുന്നത്. എനിക്ക് അങ്ങനെയല്ല. എനിക്ക് വേണ്ടത് മൊത്തത്തിൽ ഞാൻ ഈ ഒരു കാറ്റഗറി ഡിവിനെ തന്നെ ഹോവർ ചെയ്യുന്ന സമയത്ത് എനിക്കിത് ആ ഒരു എഫക്റ്റ് തരണം. അതുകൊണ്ട് തന്നെ ഞാൻ ഇത് എന്ത് ചെയ്യും? ഈ ഒരു ഡിവ് ഗ്രൂപ്പായി കൺസിഡർ ചെയ്യും. ഇതിനെ ഗ്രൂപ്പ് ചെയ്യും. എന്നിട്ട് ഇവിടെ ഇത് ഗ്രൂപ്പ് ഹോവർ കൊടുക്കും. ജസ്റ്റ് ഉണ്ടല്ലേ, ഞാൻ ആ ഇമേജിനെ അല്ല ഹോവർ ചെയ്യുന്നത്, മറിച്ച് ആ ഒരു കാറ്റഗറിനെ ഹോവർ ചെയ്യുന്ന സമയത്ത് അത് എനിക്ക് ആ ഒരു എഫക്റ്റ് തരുന്നുണ്ട്. ഈ ഒരു H2 ഒരു കളർ കൊടുക്കാം. ക്ലാസ് നെയിം ടെക്സ്റ്റ് ഗ്രീൻ 800. ഇത് കർസർ പോയിന്റർ കൊടുക്കാം. കർസർ പോയിന്റർ. ഈ ഒരു ഡിവിന് ഹോവർ എഫക്റ്റ് കൊടുക്കാം. ഹോവർ ബാക്ക്ഗ്രൗണ്ട് ഗ്രീൻ ഓഫ് ലെറ്റ്സ് ടേക്ക് 600. ഓക്കെ, ഇത് 600 ആവുന്ന സമയത്ത് ഇങ്ങനെ ആയിരിക്കും. അപ്പോൾ എനിക്ക് ഈ ഒരു ഫോണ്ട് കളർ ചേഞ്ച് ചെയ്യണം. ഗ്രൂപ്പ് ഹോവർ ലെറ്റ്സ് ടേക്ക് ടെക്സ്റ്റ് വൈറ്റ്. അത് ഓക്കെയാണ്. ടെക്സ്റ്റ് ഗ്രീൻ 800 കൊടുക്കാം. ദിസ് ഈസ് ഓൾസോ ഫൈൻ.